നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. പുതിയ ഒരു വാരഫലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചിലരുടെ മഹത്വം അറിയാം. നമുക്ക് വൈകും. എനിക്കൊരുപാട് അങ്ങനെ വൈകിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ക്ഷീണിച്ചേട്ടൻ മരിച്ചു. പെട്ടെന്ന് വാർത്ത സ്പ്രെഡാവുമല്ലോ. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായിയും CPM സംസ്ഥാന സെക്രട്ടറി ഗൗതമാഷും മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും തുടങ്ങി സിനിമാ രംഗം ആകപ്പാടെ ഓടിയെത്തി. ഇവിടെ ശ്രീനിവാസൻ നിരവധി നല്ല വേഷങ്ങൾ നൽകിയ ഒരു നടനെ പ്രതീക്ഷിച്ചു പലരും. പക്ഷെ വന്നില്ല. ഈ പ്രതീക്ഷിക്കാൻ പോകണം എന്തിനെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജീവിതത്തിൽ നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന മഹാനടന് ക്യാമറയുടെ മുന്നിൽ ഈ പ്രകടനം നടത്തിയിരുന്നെങ്കിൽ ഓസ്കർ അവാർഡ് സത്യമായിട്ട് കിട്ടിയേനെ. എനിക്ക് പകയുള്ളതുകൊണ്ടൊന്നും ഞാൻ പറയല്ല. ജീവിതത്തിൽ നന്നായിട്ട് അഭിനയിക്കും. അവിടെയാണ് ഒരു കലാകാരൻ്റെ സത്യസന്ധത നാം അറിയുന്നത്. തമിഴ് നടൻ പാർത്ഥിപനാണ് ഞാൻ ഈ പറഞ്ഞ കഥാപുരുഷൻ. 8:40 വിമാനം പിടിക്കാനുള്ള മദ്രാസിലെ മീനമ്പക്കം വിമാനം പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ മരണത്തെ മുഖാമുഖം കണ്ടു പാർത്ഥിപൻ 4 തവണ. എനിക്ക് തോന്നുന്നു ശരവേഗത്തിൽ ബെൻസ് കാറാണ്. ഓടിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമായിരിക്കാം. എവിടെയൊക്കെ കൊണ്ട് ചാരാനോ ഇടിക്കാനൊക്കെ പോയി. ദുബായിലേക്ക് ക്ഷീണിച്ചേട്ടൻ മരിച്ചതിൻ്റെ അന്ന് പോകാനിരിക്കുകയായിരുന്നു. ടിക്കറ്റ് എല്ലാം എടുത്ത് എല്ലാം ഓക്കെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ എന്തോ പ്രോഗ്രാം. അത് നടന്നില്ല. അത് വേണ്ടാന്ന് വെച്ചു. എത്ര നഷ്ടം വന്നാലും അങ്ങോട്ട് പോകണില്ലാന്ന് തീരുമാനിച്ചു. മദ്രാശിയിൽ നിന്ന് എറണാകുളത്തേക്ക് വിമാനത്തിന് ടിക്കറ്റും ഇല്ല. ഏതോ ഉദ്യോഗസ്ഥൻ്റെ പേഴ്സണൽ ടിക്കറ്റ്, അയാൾ യാത്ര ചെയ്യാനായിട്ട് മാറ്റിവെച്ച ടിക്കറ്റ് പാർത്ഥിപന് നൽകി. അങ്ങനെയാണ് അദ്ദേഹത്തിന് എറണാകുളത്ത് എത്താൻ പറ്റിയത്. യാത്ര മാറ്റിവെച്ച് അങ്ങനെ സീറ്റ് നൽകുമെന്ന് പറഞ്ഞാൽ അപൂർവം പേരെ അതും ചെയ്യുള്ളൂ. വലിയ മനസ്സുള്ളൊരു ഉദ്യോഗസ്ഥനായിരിക്കാം. അധികമാരും എറണാകുളത്ത് പാർത്ഥിപനെ തിരിച്ചറിഞ്ഞില്ല. കാരണം സിനിമയുടെ പളവളപ്പോ കൂടെ ഒരു 10 ഇറത്തോ ഒന്നും ഇല്ലല്ലോ. ഒരു കൂളിംഗ് ഗ്ലാസ്സാണ് ആകപ്പാടെ. പാർത്ഥിപൻ്റെ കറുത്ത ഡ്രസ്സും അല്ലെങ്കിൽ കറുത്ത നിറവും ഒക്കെ ആയിട്ട് കറുത്ത കൂളിംഗ് ഗ്ലാസ് ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇരിക്കും? ആരും മനസ്സിലാക്കില്ല, എന്നെ തിരിച്ചറിയില്ല എന്നാണ് പാർത്ഥിപൻ കരുതിയത്. തൻ്റെ യാത്ര ഒരു നിയോഗമാണെന്ന് പാർത്ഥിപൻ പറയും. രാത്രി 7:55 തൻ്റെ ബെൻസ് സ്വയം ഓടിച്ച് എയർപോർട്ടിലെത്തി. ഈ യാത്രയിലാണ് 4 അപകടങ്ങൾ വഴിമാറിയത്. 8:40 എയർപോർട്ടിലെത്തി. 8:50 ഫ്ലൈറ്റാണ്. ടിക്കറ്റില്ല. ഇൻഡിഗോ മാനേജരോട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റിവിടാൻ പാർത്ഥിപൻ കെഞ്ചും പോലെ പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ പൈലറ്റ് സീറ്റിൽ അദ്ദേഹത്തിൻ്റെ മടിയിൽ വേണമെങ്കിൽ ഇരുന്നോളാം, അല്ലെങ്കിൽ അര സീറ്റ് തന്നാൽ ഞാൻ അവിടെ വേണമെങ്കിൽ ഇരുന്നോളാം എന്നും പകുതി തമാശയും പകുതി കാര്യമായിട്ട് പറഞ്ഞു. 9:25 തൻ്റെ സീറ്റ് ഇൻഡിഗോയുടെ ഉദ്യോഗസ്ഥന് ഒഴിഞ്ഞു കൊടുത്തു. രാത്രി 11 വിമാനം കൊച്ചിയിലെത്തി. 11 വിമാനം കൊച്ചിയിലെത്തി. എങ്ങോട്ട് പോകണമെന്നൊരു പിടിയില്ല. ശ്രീനിവാസൻ്റെ വീട് ഈ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നോ നെടുമ്പാശ്ശേരി എവിടെയാണെന്നോ ഒന്നും അറിയില്ലല്ലോ. തൃപ്പൂണിത്തുറ വരെ ഒരു കാർ പിടിച്ച് പോയിട്ട് ഒരു ചെറിയ ഹോട്ടലിൽ റൂം കിട്ടി. വലിയ താരമാണെന്നൊന്നും അദ്ദേഹം, അല്ലെങ്കിൽ വലിയ സംവിധായകനാണ് എന്നൊന്നും പറയാൻ പോയില്ല. ഈ സമയം ദുബായിൽ എത്തേണ്ടതാണ്. എല്ലാം എൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസ സാറിനായി ഞാൻ റദ്ദു ചെയ്തു എന്നാണ് പാർത്ഥിവ പറയുന്നത്. രാവിലെ ഒരു പിടി മുല്ലപ്പൂവും വാങ്ങി ഷീനി ചേട്ടൻ്റെ വീട് തേടി പാർത്ഥിവ പോയി. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എല്ലാവരും എന്താ പറയുക അവിടെ ഉണ്ട്. അവരാരും മനസ്സിലേക്ക് കയറിയതേ ഇല്ല പാർത്ഥിവൻ്റെ. ഷീനി സാർ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പൂക്കൾ അദ്ദേഹത്തിന് നൽകി ഷീനി ചേട്ടൻ്റെ പാതാരബന്ധങ്ങളിൽ വച്ചിരിക്കാം. എനിക്ക് മേൽവിലാസം എന്ന് പറഞ്ഞ സിനിമ കണ്ട കാലം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകനാണ്. നിങ്ങളൊരു മാന്യനും ഹൃദയമുള്ളവനുമാണെന്ന് ഷീനി ചേട്ടനെ കാണാൻ വേണ്ടി നിങ്ങൾ കാണിച്ച വെപ്രാളവും ഇല്ലാത്ത ടിക്കറ്റ് കയറി വരാനായിട്ട് പോയ ധൈര്യവും ഒക്കെ കൂടെ ആലോചിക്കുമ്പോൾ എനിക്ക് ആ പ്രവൃത്തി തെളിയിക്കുന്നു നിങ്ങളൊരു മാന്യനാണെന്ന്. ഞങ്ങളുടെ ഇവിടെ കുറേ കപടമുഖങ്ങളുണ്ട്. കൂടുതലും അത്തരക്കാരാണെന്ന് പറയാം. നോക്കിക്കോളൂ, ഏറ്റവും അടുത്ത സമയത്ത് ഒരുത്തൻ സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങും. ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഒരു കോളേജ് അഡ്മിഷന് വേണ്ടി അന്റാർട്ടിക്കയിലായിരുന്നു എന്ന്
കള്ളം പറയും. കള്ളം പറയാൻ യാതൊരു മടിയില്ലാത്ത, പുളുവടിക്കാൻ ഒരു മടിയില്ലാത്ത മാന്യനാണ് അയാൾ. നോക്കിക്കോളൂ, വിമല ടീച്ചറിനോടും ധ്യാനിനോടും വിനീതിനോടും പറയും, ഞാനിവിടെ ഇല്ലായിരുന്നു കേട്ടോ, ഞാനങ്ങ് അന്റാർട്ടിക്കയിൽ എൻ്റെ അമ്മമ്മയ്ക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ പോയിരുന്നു എന്ന് പറയും. നേരത്തെ ഞാൻ പറഞ്ഞ വിവാദമായവനും വരും. എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മമ്മ പെറ്റി കിടക്കുന്നു, അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ അവിടെ നിൽക്കണമെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ സമയത്തിന് വരാത്തതെന്ന് അവനും അടിക്കും. എല്ലാം വാതുറന്ന കള്ളങ്ങളെ പറയുള്ളതേ. അവിടെയാണ് തമിഴ്നാട്ടിൽ ജനിച്ചു പോയെങ്കിലും പാർത്ഥിപനും നമ്മുടെ ശിവകുമാർ സാറിൻ്റെ മകൻ സൂര്യയുമൊക്കെ വ്യത്യസ്തരാകുന്നത്. അത് കണ്ടു പഠിക്കണം ഈ നാറികൾ എന്ന് ഞാൻ പറയില്ല, കാരണം ഇവന്മാരെ പഠിക്കില്ല. എന്തായാലും പാർത്ഥിപനും സൂര്യയ്ക്കും ഒരു ബിഗ് സല്യൂട്ട്. നമസ്കാരം. പുതിയൊരു വാരഫലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു കലാകാരനാകും ഞാനെന്ന് എൻ്റെ വീട്ടുകാരോ ഞാനൊരു കലാകാരനാകുമെന്ന് ഞാനോ ഒരിക്കലും കരുതിയതല്ല. സത്യം, അങ്ങനെ സംഭവിച്ചതാണ്. എല്ലാം അങ്ങനെയൊക്കെയാണ് ദിനേശൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറയാം. ഞാനൊരിക്കൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു, എനിക്ക് ദിനേശെന്നും അനിയന് ശിവൻകുട്ടി എന്നുമാണ് അച്ഛൻ പേരിട്ടത്. അവിടെ ആർക്കും ഇല്ലാത്ത പേരായിരുന്നു ദിനേശ് അക്കാലത്ത്. സ്കൂളിലെന്നല്ല, ഞങ്ങളുടെ പൊന്നുമംഗലം വാർഡിൽ പോലും മറ്റൊരു ദിനേശ് ഇല്ലായിരുന്നു. എന്നെ ഒരുപാട് നോവിച്ച കാര്യമായിരുന്നു എൻ്റെ ഈ പേര്. ശിവൻകുട്ടി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു 6-7 പേരുണ്ട്. എന്നാൽ ദിനേശ് ഇല്ല. കൊച്ചു ദിനേശിനെ വേദനിക്കാതിരിക്കുമോ? ഹൈസ്കൂളിലേക്ക് ചെന്നപ്പോഴാണ് എൻ്റെ പേരിൽ ഞാൻ അഭിമാനിച്ചത്. യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ യുവജനോത്സവത്തിൽ കഥാപ്രസംഗം കാർത്തികനായി ഞാൻ വീടിനടുത്തുള്ള ഒരു വിലാസിനി ചേച്ചി എഴുതി തന്ന ചങ്ങമ്പുഴയുടെ വാഴക്കുല കഥാപ്രസംഗമായി ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ചു, അവാർഡും വാങ്ങി. ഹൈസ്കൂളിലായപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഉച്ചകോടിയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കലയോടുള്ള ആഗ്രഹമൊക്കെ ഞാൻ പറഞ്ഞത്ത് വെച്ചു. പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെയും തെരുവ് നാടക സംഘത്തിൽ ചേർന്നു ഞാൻ. കടലിൽ മരമുണ്ടായിട്ടാണോ മഴ പെയ്യുന്നത് എന്ന് ചോദിക്കുന്ന, വിചിത്രമായ ചോദ്യം ചോദിക്കുന്ന വിവരം കെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ഒരുപാട് അഭിനന്ദനങ്ങൾ ആ തെരുവ് നാടകത്തിലൂടെ ഞാൻ നേടിയെടുത്തു. സിനിമയിലെത്തിയപ്പോൾ ചെറിയ ചെറിയ വേഷങ്ങൾ ഫിൽ ചെയ്യാനായി അവിടെ ഒരാൾ നടന്നു പോകണം എന്ന് പറയുമ്പോൾ ഞാൻ നടന്നു പോകും, ഒരാൾ സൈക്കിളിൽ വരണം, ഞാൻ സൈക്കിളിൽ പോകും. അങ്ങനെ ഫില്ല് ചെയ്യുന്ന വേഷങ്ങളായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഒരു സ്ക്രീനിൽ 3 വേഷമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ. സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് മാത്രമേ അത് മനസ്സിലാവൂ. ജീവിതം ഒരു രാഗം എന്ന ദേവൻ ചേട്ടൻ നായകനായ UV രവീന്ദ്രനാഥിൻ്റെ സിനിമയിൽ എസ്റ്റേറ്റ് മാനേജരായി വരുന്ന ദേവൻ ചേട്ടനെ വഴിതെറ്റിക്കുന്ന, തലയിൽ വിറകുമായിട്ട് പോകുന്ന ഒരു വേഷമുണ്ട്. ആ വേഷം ചെയ്യാൻ വന്ന ആൾ 8 ടേക്ക് തെറ്റിച്ചു. ഡയലോഗ് പറയുമെങ്കിൽ ആ വിറക് കേട്ട് തറയിടില്ല, വിറക് കേട്ട് തറയിലിട്ടാൽ ഡയലോഗ് പറയില്ല. ഇത് 2ഉം ചെയ്താൽ തലയിലെ കെട്ടിയിരിക്കുന്ന തോർത്തഴിക്കില്ല. ഇത് 3ഉം ചെയ്താൽ ബീഡി എടുത്ത് വായി വയ്ക്കില്ല. അങ്ങനെ 8 ടേക്ക് അയാൾ കുളവാക്കി. അപ്പോൾ ആ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന വാസൻ ചേട്ടൻ പറഞ്ഞു, ദിനേശേ ഒരു ലുങ്കി കൊടുത്ത് വരാൻ. ഞാൻ ലുങ്കി എടുത്തുകൊണ്ട് വന്നു, ആ വേഷം ചെയ്തു. എൻ്റെ സിന്ധുവുമായിട്ടുള്ള ജാതകം കൂടെ കഴിഞ്ഞിട്ട് ചില്ലറ ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സ്വർണ്ണ മോതിരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ചവിട്ടുകാരൻ സ്വർണ്ണ മോതിരം ഇടുന്നത് ശരിയല്ല, ഊരാൻ പറഞ്ഞാൽ ഊരാൻ പറ്റുന്നില്ല, അത്ര ടൈറ്റ്. പിന്നെ ഒരു കോസ്റ്റ്യൂമർ ഒരു തുണി കൊണ്ടൊന്ന് മുറിവ് ഒന്നുപോലെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ആ വിരലിൽ. അത് ഇനി നിങ്ങൾ ആ റീൽ കണ്ടാൽ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ആ വേഷം ഒരുപാട് ഈ അടുത്ത കാലത്ത് ഒരുപാട് ക്രൈസായി. സ്വയംവരപന്തലിൽ ഇന്നസെൻ്റ് ചെയ്യുന്ന ശങ്കർ ബാനു എന്ന് പറയുന്ന വട്ടായി പോയ സംവിധായകൻ ലൊക്കേഷൻ കാണാനായിട്ട് മഞ്ഞ കുടയും പിടിച്ച് നടന്ന് വട്ടായി പോയ ഒരാളാണ്. അയാൾ ലൊക്കേഷൻ കാണാൻ അഷ്ടപടി കായലിൽ നടന്നു പോവും. അങ്ങനെ അയാൾ മുങ്ങിച്ചാകാറാവുമ്പോൾ കണ്ടു നിന്നവർ ചാടി രക്ഷപ്പെടുത്തണം, ഇതാണ് സീൻ. അഷ്ടപടി കായലിലാണെങ്കിൽ ഒരാൾ പൊക്കം ചെളിയുണ്ട്, താഴ്ന്നു പോവുകയോ ചെളിയിൽ പൊതിഞ്ഞു പോയാലോ ആളപ്പം തീരും. നീന്തലറിയാം,
പക്ഷേ ആ അപകടത്തിലേക്ക് ചാടാൻ വയ്യ എന്നാണ് അതിൽ രക്ഷപ്പെടുത്താനായി അഭിനയിക്കാൻ കൊണ്ടുവന്നവരൊക്കെ പറയുന്നത്. അയ്യോ അത് പറ്റില്ല, ഒരാൾ പൊക്കം ചെളിയെന്ന് പറയുമ്പോൾ നമ്മളങ്ങ് താന്നു പോകും, ഞാൻ എവിടെയാണ് താഴ്ന്നത് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അയ്യോ അത് പറ്റില്ല സാർ എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഊരിക്കളഞ്ഞു. അവസാനം ഞാൻ പാൻറ്റ് ഷർട്ടൊക്കെ ഊരി വെച്ച് ഒരു ലുങ്കിയൊക്കെ കൊടുത്തിട്ട് മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് കായലിലേക്ക് ആദ്യം എടുത്ത് ചാടി. എൻ്റെ പിന്നാലെ കണ്ടു നിന്ന യൂണിറ്റിലെ ഷീമൂസാണെന്ന് തോന്നുന്നു, അവരുടെ യൂണിറ്റിൽ ഒരു 6-7 പേര് കൂടെ ചാടി. അങ്ങനെ ശങ്കർ ബാനുവിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞത് ഒരു രഹസ്യം പുറത്തു വന്ന ജാള്യതയിലാണ് ശരിക്കും പറഞ്ഞ ഞാൻ. എന്നെ ഒരു ദിവസം നമ്മുടെ നാദിർ ഷാ വിളിച്ചു. ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു. നാദിർ ഷായുടെ മകളുടെ വിവാഹം ക്ഷണിച്ചു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാനൊന്ന് കടുത്ത പനിയായിട്ട് എന്തോ കിടക്കുകയായിരുന്നു. ചേട്ടാ ഉറപ്പായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് ഉറപ്പും കൊടുത്തതാണ്, പക്ഷേ പോകാൻ പറ്റിയില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവസാനം നാദിർ ഷാ പറഞ്ഞു, ചേട്ടാ ഞാനിപ്പോൾ വിളിച്ചതേ വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദിലീപിൻ്റെ കേസ് എന്തോ പറയാനാണ്. ഞാൻ പറഞ്ഞു പറ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു പുതിയ പടം ചെയ്യുന്നു, മാജിക് മഷ്റൂം. ആ പടത്തിലെ ഒരേ ഒരു സീൻ, ഒറ്റ സീനേ ഉള്ളൂ, അത് ചേട്ടൻ വന്ന് ചെയ്തു തരണം. അയ്യോ എൻ്റെ പൊന്ന് നാദിർ ഷാ, ഞാനില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്ന് ഞാൻ തുറന്ന് പറഞ്ഞു. നാദിർ ഷാ വിട്ടില്ല, ചേട്ടൻ വന്നത് ചെയ്യണം, എൻ്റെ ആഗ്രഹമാണത് എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ ആരോടും ഒന്നിനും നടപ്പിലാകാത്ത കാര്യങ്ങൾക്ക് പോലും ഞാൻ നോ പറയാത്ത ഒരു സ്വഭാവക്കാരനാണെന്ന്. അങ്ങനെ ഞാനും സിന്ധുവും കൂടി ചെന്നു. തൃശ്ശൂരിന് അപ്പുറത്തെവിടെയാണ് ഒരു സ്ഥലം, വടക്കഞ്ചേരി, അവിടെ ചെന്നു. വടക്കഞ്ചേരിക്കും അപ്പുറം എവിടെയോ ഒരു മലയുടെ അടിവാരത്താണ് ഷൂട്ടിംഗ്. ഞാൻ ചെല്ലുമ്പോൾ നാദിർ ഷാ ഒരു ഉത്സവം, ക്ഷേത്രത്തിലെ ഉത്സവം ഷൂട്ട് ചെയ്യുകയാണ്. നാദിർ ഷായും സുജിത് വാസുദേവ്, ക്യാമറാമാൻ സുജിത് വാസുദേവും കൂടി ഒരുപാട് ആളുകളെയൊക്കെ കൂട്ടി തെയ്യവും തിറയും ഒക്കെ വെച്ച് ഭയങ്കര ഒരു മലയുടെ മുകളിലാണ്, വലിയൊരു പാറയുടെ മുകളിലാണ്. നല്ല രസമാണ്, ഒറ്റ നടത്തി കാണുമ്പോൾ നമുക്ക് കൊതി തോന്നും. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ സിന്ധുവിനെ ഒരു ഹോട്ടലിലാക്കി. ഇത്തരം സ്ഥലങ്ങളിലൊന്നും സിന്ധു വരില്ലല്ലോ. എന്നെ കൊണ്ടുപോയി ഒരു ക്യാരവാനിലിരുത്തി. ഈ ക്യാരവാൻ സംസ്കാരം തന്നെ ഇവിടെ ഇതിലൊക്കെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ സുഖമാണെന്ന്. ഞാൻ ക്യാരവാനിലിരുന്നു, ഒരു ശല്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം, ഫോണിൽ സംസാരിക്കാം. അങ്ങനെ ക്യാരവാനിൽ ഞാൻ ഇരുന്നു. ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുവന്നു, വൈകിട്ട് ചായ കൊണ്ടുവന്നു. അവിടെ ഉത്സവം എടുത്ത് തീർക്കണം, അത് കഴിഞ്ഞാലാണ് ഈ സീൻ. ഒരു 6 മണിയോളം ആയപ്പോൾ നാദിർ ഷായും സംഘവും പാറയിൽ നിന്ന് താഴെ ഇറങ്ങി. നേരെ എൻ്റെ അടുത്ത് വന്നു, ചേട്ടാ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു. ഒരു ചെറിയ സീനാണ്. അങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് കണ്ണടയൊക്കെ വെച്ച് പൂണുകലൊക്കെ ഇട്ട് വേർബോഡിയാണ് അങ്ങനെ ചിത്രീകരിച്ചു. എനിക്ക് തന്നെ അതിശയമായിപ്പോയി. ഒരുപാട് ഡയലോഗ് എനിക്കും എൻ്റെ എതിർവശത്തിരിക്കുന്ന നായികയുടെ അമ്മയ്ക്കും ഒരുപാട് ഡയലോഗ് ഉണ്ടെങ്കിലും എല്ലാം കൂടി ഒരു 20 മിനിറ്റ് കൊണ്ട് തീർന്നു. ഇപ്പോൾ ഒന്നാമത് ഈ 2-3 ക്യാമറ വെച്ചല്ലേ ഷൂട്ട് ചെയ്യണം. അപ്പോൾ മിഡും ക്ലോസും വൈഡും എല്ലാം 3 ക്യാമറയിൽ ഒന്നിച്ചെടുക്കാമല്ലോ, പണ്ട് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ആ നായികയുടെ പേര് ഞാൻ മറന്നുപോയി, അത് മറക്കാൻ പാടില്ലാത്തതാണ്. അമ്മ വേഷം ചെയ്തൊരു ചെറുപ്പക്കാരിയാണ്, പക്ഷേ മിടുമിടിക്കുകയാണ്, നന്നായിട്ട് ചെയ്തു. പെട്ടെന്ന് സംഭവം കഴിഞ്ഞു. രാത്രി തന്നെ മടങ്ങണം, ഏതെങ്കിലും ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേർക്കും ടിക്കറ്റ് ഓക്കെ ആക്കി രാത്രി തന്നെ മടങ്ങി. നേരം വെളുത്തപ്പോൾ ഒന്നും അറിയാത്ത പോലെ വീട്ടിലെത്തി. 3-4 സിനിമകളെടുത്ത് നല്ല നഷ്ടം വന്ന ഒരു ഗൾഫുകാരനാണ് നിർമ്മാതാവ്, സാധുവായ മനുഷ്യൻ. എങ്ങനെ സിനിമയിലെ തൊഴിലാളികൾക്ക് ബാറ്റ പറ്റിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുള്ള നാട്ടിൽ 10 ദിവസത്തെ ബാറ്റ അഡ്വാൻസായി കൊടുക്കുന്ന ഞാൻ അറിയുന്ന ആദ്യത്തെ നിർമ്മാതാവാണ് ഇദ്ദേഹം. നല്ല മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞില്ലേ. യാത്ര പറയുമ്പോൾ ഒരു ചെറിയ തുകയേ ഉള്ളൂ ചേട്ടാ എന്ന് പറഞ്ഞ് ഒരു നോട്ടിൻ്റെ ചുരുൾ ആ നിർമ്മാതാവ് എൻ്റെ കൈക്കൂലി കൊടുക്കുമ്പോൾ തന്നിട്ട് പോയി. ഞാൻ തന്നെ ഒരു ദിവസം നാദിർ ഷാ വിളിച്ചപ്പോൾ ചെന്ന് ഡബ് ചെയ്തും കൊടുത്തു. ഈ കഴിഞ്ഞ 23-ാം തീയതി നാദിർ ഷാ വീണ്ടും എന്നെ വിളിച്ചു. ചേട്ടാ 21-ാം തീയതി നമ്മുടെ മാജിക് മഷ്റൂമിൻ്റെ ആദ്യത്തെ ട്രെയിലർ ഇറങ്ങുകയാണ്. ആ ആദ്യത്തെ ട്രെയിലറിൽ തന്നെ ചേട്ടനെ വച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവസാനിപ്പിച്ചു.
ഈ എന്താ പറയുക, നാദിർ ഷാ മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ക്യൂരിയോസിറ്റിയായി, അതെന്താണ് ട്രെയിലർ. ഞാനൊരു അതിശയോക്തി ഇല്ലാതെ പറയുകയാണ്, കഴിഞ്ഞ 4-5 ദിവസമായി എൻ്റെ ഫോണുകൾ ഹാക്കായി എന്ന് പറയുന്നതായിരിക്കും സത്യം. 1000 പേരെങ്കിലും, ഞാൻ അതിശയോക്തിയോടെ പറയല്ല, പുളുവടിക്കുകയല്ല, ഒരു മിനിമം 1000 പേരെങ്കിലും ആ ട്രെയിലറിൻ്റെ 3 തരത്തിലുള്ള ടീസർ എനിക്ക് അയച്ചു തന്നു. ടീസർ കണ്ടിട്ട് അഭിനന്ദിക്കാൻ മത്സരമായിരുന്നു. ലക്ഷക്കണക്കിന് പേര് ടീസർ കണ്ടു എന്നുള്ളതാണ്. എന്നെ വിളിച്ച ഒരാളും അല്ലെങ്കിൽ അതിൻ്റെ താഴെ കമൻ്റ് ഇട്ട ഒരാളും ഈ അലവലാതി വിളിച്ചാണ് അഭിനയിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടില്ല. എല്ലാവരും അഭിനന്ദിക്കുന്നു. ജനുവരി 23 മറ്റോ ആണ് പടം റിലീസ്. കാണണം നിങ്ങളെല്ലാവരും എന്ന് ഞാൻ പറയും. അത് ഞാനുള്ളതുകൊണ്ടല്ല, ഒരു നല്ല നിർമ്മാതാവ്, നല്ല രസകരമായ ഒരു സബ്ജക്റ്റ് നാദിർ ഷാ സംഗീതം കൊടുത്ത്, പാട്ടെഴുതി സംഗീതം കൊടുത്തൊക്കെ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കാണണം എന്ന് ഞാൻ പറയുന്നു. ചിരിക്കാനുള്ള ധാരാളം വക ഈ ചിത്രത്തിൽ മാജിക് മഷ്റൂമിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ നാദിർ ഷായുടെ പടത്തിൽ അഭിനയിച്ചത് അറിഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിരടി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുകാരനായ മിന്നൽ മുരളിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന അരുൺ സംവിധാനം ചെയ്യുന്ന അതിരടി, ബേസിൽ ജോസഫും തിരുവനന്തപുരത്തുള്ള ഒരു അനൂപും പിന്നെ സമീർ താഹിറും കൂടിയാണ് ആ സിനിമ നിർമ്മിക്കുന്നത്. വലിയ ബഡ്ജറ്റിലാണ്, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഫിസാറ്റ് എന്ന് പറഞ്ഞ് ഫെഡറൽ ബാങ്കുകാരുടെ ഒരു കോളേജുണ്ട് അങ്കമാലിയിൽ, അവിടെയാണ് ചിത്രീകരണം. അതിൽ കോളേജിലെ വിദ്യാർത്ഥിയാണ് ബേസിൽ. ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അവനെ അംഗീകരിക്കാത്ത ഒരു അധ്യാപകനായിട്ട്, എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിട്ട്, സൽകുമാർ എന്നാണ് അധ്യാപകൻ്റെ പേര്. ഞാൻ അഭിനയിക്കുന്നുണ്ട്. 2 ഷെഡ്യൂളുകളിലായി മോശമല്ലാതെ കുറേ സീനുകൾ ചെയ്തു. ഇനി ജനുവരിയിൽ അടുത്ത ഷെഡ്യൂൾ പോകണം. അത് അടുത്ത ഓണത്തിനേ റിലീസുള്ളൂ, ആഗസ്റ്റിലേ റിലീസുള്ളൂ. അതിരടി. എൻ്റെ ജാതകം തെളിഞ്ഞു എന്നാണ് പലരും പറയണത്. ജാതക വര മാറിയോ തെളിഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ 2 സിനിമാ സെറ്റുകളിലും ഞാൻ അർഹിക്കുന്നതിനേക്കാൾ വില തരികയും എന്നോട് വളരെ മാന്യമായി പെരുമാറുകയൊക്കെ ചെയ്തു. ഇത് നിങ്ങളോട് പറയണം, പറഞ്ഞില്ലെങ്കിൽ മോശമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ തുറന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഇത് പറയില്ലായിരുന്നു. അടുത്ത കഥ, വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവുന്ന നാടാണിപ്പോൾ. നാടെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളം. ജീവിതത്തിൽ ഒരു സത്യസന്ധതയും കാണിക്കാത്ത കൂതറകൾ നിറഞ്ഞാടുന്ന കാലമാണ്. സ്ത്രീ പുരുഷ സമത്വം എന്നല്ലല്ലോ നമ്മുടെ മുഖ്യം പറയുന്നത്. അദ്ദേഹം ജീവിക്കുന്നതന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമാണ്. കൂടെയുള്ള പുരുഷന്മാരെ പോലും പുള്ളി അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ സത്യസന്ധത വേണം. അലവലാദികൾ, അത് ആണായാലും പെണ്ണായാലും, നമ്മുടെ ജീവിതത്തിൻ്റെ അരികിൽ പോലും വരാൻ പാടില്ല എന്ന് വാശി പിടിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. ആലംബഹീനരായ മനുഷ്യർക്കായി സഹായഹസ്തം കഴിയുന്നത്ര നീട്ടണം എന്നൊക്കെ വല്ലാതെ വാശി പിടിക്കുന്ന ആളാണ് ഞാൻ. ഞാനൊരു ഞരമ്പ് രോഗിയുടെയോ ഞാനൊരു അധാർമികമായി ജീവിക്കുന്നതിൻ്റെ കൂടെയൊന്നും കോടിക്കണക്കിന് രൂപ വന്നാൽ പോലും സഹകരിക്കില്ല. എന്നെയാണ് ഞാൻ ദിലീപിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചോണ്ട് ആ പെണ്ണുപിടിയൻ്റെ കൂടെ സഹകരിക്കുന്നതെന്നൊക്കെ പറയുന്നവർക്ക് എന്ത് പറയാമല്ലോ. പെണ്ണുപിടിയനെന്നോ എന്ത് പുല്ല് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ അറിയുന്ന ദിലീപ് പെണ്ണുപിടിയനല്ല, ചതിയനല്ല, വഞ്ചകനല്ല. അവനെ വലിപ്പിച്ചിട്ടേ ഉള്ളൂ. അത് അയാളുടെ ജീവിതത്തിൽ ആരെയൊക്കെ അയാൾ വിളിച്ച് കയറ്റി അവരെല്ലാം അയാളെ വലിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയും. ശാന്തിവിളയിൽ എൻ്റെ വീടിൻ്റെ എതിർവശത്തെ വീട്ടിൽ ഒരു ചെറിയ കുടുംബം, അമ്മ, അച്ഛൻ, ഒരു സുന്ദരനായ ഒരു കുട്ടി, ആൺകുട്ടി, ഇത്രയും പേര് വാടകയ്ക്ക് താമസിക്കാൻ വന്നു. കാരണം ആ വീടിൻ്റെ ഉടമസ്ഥൻ രാജ്ഭവനിൽ ഗവർണറുടെ ഡ്രൈവറാണ്. അതുകൊണ്ട് ഇത് അടഞ്ഞു കിടക്കണ്ടെന്ന് പറഞ്ഞ് വാടകയ്ക്ക് കൊടുത്താണ്. എനിക്കന്ന് ഒരു 10-16 വയസ്സ് വരും, 16-17 വയസ്സ് വരും. റേഷൻ കടയിൽ അരി തൂക്കി കൊടുക്കുന്ന ജോലിയാണ് ഇദ്ദേഹത്തിന്. രാത്രി കാലങ്ങളിൽ അമ്പലങ്ങളിൽ ഭജന പാടാൻ പോകുന്ന ആളാണ്. ഭജന ലീഡ് ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് പാടും. അതിൻ്റെ തലവനാണ് അദ്ദേഹം. ചിലയിടത്തൊക്കെ ഞാൻ കൂടെ പോകും ഉത്സവത്തിന്, ഇങ്ങനെ ഭജന കാണാൻ. നല്ല രസമാണ്. ദേഹമൊക്കെ അനക്കി പാടുന്നതൊക്കെ കേൾക്കാൻ. നല്ല സമൃദ്ധമായ താടിയും നല്ല നീണ്ട തലമുടിയൊക്കെ ഉള്ള, റേഷൻ കടയിലൊന്നും അരി തൂക്കാൻ നിൽക്കേണ്ടവനല്ല. അതാണ് ഗുരുനാഥൻ. പനിനീർ പൂ പോലുള്ള ഒരാൺകുഞ്ഞ്. ഇത് രസമെന്ന് പറയാം, സായിപ്പിനെ പോലെ ഇരിക്കും. ഭൂമിക്ക്
നോവാതെ നടക്കുന്ന ഒരു പാവം ഭാര്യ. ഞാൻ മനോരമ വീക്കിലി പതിവായി വായിക്കാൻ തുടങ്ങുന്നത് ഈ വീട്ടിൽ നിന്നാണ്. കാരണം ഇദ്ദേഹം റേഷൻ കടയിൽ നിന്ന് വരുമ്പം മനോരമയും കൊണ്ടുവരും. ഇദ്ദേഹം കുളിച്ച് ഊണ് കഴിക്കുന്നിടയിൽ ചേച്ചി അത് മുഴുവൻ വായിച്ച് തീരും. ഇദ്ദേഹം വീണ്ടും ഈ മനോരമയും കൊണ്ട് റേഷൻ കടയിൽ പോകും. അവിടെ ഇരുന്ന് വായനയാണ് പുള്ളിയുടെ ജോലി. വൈകുന്നേരം ആകുമ്പോൾ ചുരുട്ടി കൂട്ടി ആ വീക്കിലി മതിയാവും, വായിച്ച് തീർന്ന് രണ്ടുപേരും. പിന്നെയാണ് ഞാൻ വായിക്കുന്നത്. പക്ഷേ രാത്രി തിരിച്ചു വരുമ്പോൾ ഫുൾ ഫിറ്റായിരിക്കും പുള്ളി, നല്ല ഫോമിലായിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ അനിയനുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ്. കാരണം അവനും അങ്ങനെ മിനുങ്ങി തുടങ്ങുന്ന കാലമാണല്ലോ. അപ്പോൾ വെള്ളം അടിച്ചു തുടങ്ങിയിട്ടില്ല, എന്നാലും പുകവലിക്കും. വന്നാലുടനെ ഈ ബോറൻ ആ ചേച്ചി എടുത്തിട്ട് ഇടിക്കും. കൊച്ചു കുട്ടിയല്ലേ കുട്ടികൾ, 2-3 വയസ്സുള്ള കുട്ടി. അവൻ കരയും. ഉറങ്ങിക്കിടന്ന ചെറുക്കനായിരിക്കും. ഇയാളുടെ അനാവശ്യം വിളിയും അവരുടെ കരച്ചിലുമൊക്കെ കേൾക്കുമ്പോൾ ആ കുട്ടി ചാടി കഴിക്കും. പാവം. അച്ഛൻ്റെ കാലുകളിൽ പിടിച്ച് അവൻ കെഞ്ചും, അച്ഛാ എൻ്റെ അമ്മയെ അടിക്കരുത് അച്ഛാ എന്ന് അവൻ കെഞ്ചുമായിരുന്നു. അപ്പോൾ അവനെ കാലിങ്ങനെ കുടഞ്ഞാൽ മതിയല്ലോ, ചെറുക്കൻ പോയി ചുവരിലിടിച്ച് വീഴും. അതും കരയും. മൊത്തം തലവേദനയായിരുന്നു. പക്ഷേ രാവിലെ എണീക്കുമ്പോൾ നല്ല ക്ലീനായിരിക്കും. ഒരു നാൾ ഇയാൾ ആ ചേച്ചിയെ ക്രൂരമായി കൊല്ലേണ്ട രീതിയിൽ തല്ലി. കഴുത്തിലൊക്കെ കുത്തിപ്പിടിച്ചെന്തോ ചെവരിലൊക്കെ വെച്ച് ശ്വാസം കിട്ടാതെയൊക്കെ അവർ പിടയൊക്കെ ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ആ കൊച്ചിന് മനസ്സിലായി. അവൻ ജനാലയിലൂടെ ഉച്ചത്തിൽ കരഞ്ഞു, ദിനേശമാമ എൻ്റെ അമ്മ ഇപ്പം ചാകും എന്നായിരുന്നു അവൻ കരഞ്ഞത്. പോകരുതെന്ന് അമ്മ തടഞ്ഞിട്ടു. അത് കേൾക്കാതെ ചാടിപ്പോയി ഞാൻ ആ വീടിൻ്റെ കഥക് ചവിട്ടി തുറന്നു. 16 വയസ്സേ ഉള്ളേ. ചവിട്ടി തുറന്നു, ഓടി ചെന്നിട്ട് ഒരൊറ്റ ചവിട്ടി കെട്ടി കൊടുത്തു. ഞാൻ കാണുന്ന രംഗം, ആ ചേച്ചി ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുവരിൽ വെച്ചിട്ട് കാല് കിടന്നിങ്ങനെ അടിക്കുന്നു. ഞാനൊന്നും ആലോചിച്ചില്ല. ഓടിച്ചെന്ന് ആ ഭജനക്കാരന് എനിക്ക് പറ്റാവുന്ന, എൻ്റെ തടി വെച്ച് പറ്റാവുന്ന ഒരൊറ്റ ഇടി ഇടിച്ചു കൊടുത്തു മുതുകിൽ. സകല ശക്തിയും ഞാൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം അയാൾ ചുരുണ്ട് വീണു. ചേച്ചി കരഞ്ഞുകൊണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി കതവ് കുറ്റിയിട്ടു. പിറ്റേന്ന് നോർമലായിട്ട് ഇയാൾ എണീറ്റപ്പോൾ അന്ന് ജോലിക്ക് പോയില്ല. കാരണം പോകാൻ പറ്റില്ല, ആ അവസ്ഥയായിപ്പോയി ഇടി. ഇത്രയുള്ളൊരു പേനാക്കത്തി എടുത്ത് നൂർത്ത് നഖം വെട്ടുകയല്ല, അത് എന്നെ കാണിക്കാനാണ്. എൻ്റെ വീട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ് അവിടുത്തെ കൈവരിയിൽ ഇയാൾ. ആ ചേച്ചിയുമായി എനിക്ക് വഴിവിട്ട പല അടുപ്പമുണ്ടെന്ന് കാണുന്നവരോടൊക്കെ ഇയാൾ പറയുകയും ചെയ്തു. അതിൽ പോണ ആരെങ്കിലും കണ്ടാൽ അപ്പോൾ പറയും, നിൽക്കൂ ഒരു കാര്യം പറയട്ടെ എന്നിട്ട് ഇയാൾ പറയും, എൻ്റെ പെമ്പറന്നാരുണ്ടല്ലോ ഇവിടുത്തെ ആ പീക്കർ ചെറുക്കനുമായിട്ടാണ് അടുപ്പം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറയുകയാണ്. മേലാങ്കോട് എന്നൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഞാൻ ആ ചേച്ചിയുടെ മേലാങ്കോട്ടുള്ള വീട്ടിൽ പോയി ഈ കാര്യം പറഞ്ഞു, അവരുടെ സഹോദരന്മാരുടെയൊക്കെ. ചേച്ചിയെയും മോനെയും അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇയാളെ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചു. വേറെ എവിടെയോ ഒരു വാടക വീട് എടുത്തിട്ട് ഇയാൾ ഒരു നാൾ ഇയാളല്ല, ചേച്ചി വീട്ടിൽ പോയല്ലോ. ഒരു നാൾ ആ ചേച്ചി, പാവം ചേച്ചി, സ്വന്തം വീട്ടിൽ എൻ്റെ മോനിനി ആരുണ്ടെന്ന് പോലും ചിന്തിക്കാതെ തൂങ്ങി മരിച്ചു. അയാളെ ചേച്ചിയുടെ വീട്ടുകാരവിടെ കയറ്റിയില്ല, എങ്ങോട്ടോ പോയി. മോനെ ആ വീട്ടുകാർ വളർത്തി, അവൻ പട്ടാളക്കാരനായി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ മോനെ കണ്ടു. പക്ഷേ എനിക്കറിയില്ല അവനെ, എനിക്ക് 3 വയസ്സുള്ള കുട്ടിയല്ലേ അറിയാവൂ. അവൻ ഇങ്ങോട്ട് വന്ന് എന്നെ പരിചയപ്പെട്ടു. മാമ എന്നെ അറിയോ, ഞാൻ ഇന്ന ആളിൻ്റെ മോനാ എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഉത്തരം പറയാൻ പറ്റാതെ ഇങ്ങനെ അവൻ തന്നെ നോക്കി. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായി, പട്ടാളക്കാരനായപ്പോൾ. ഇത്രയും വിശദമായി ഞാനിപ്പോൾ ആ കഥ പറഞ്ഞത്, കുട്ടിക്കാലം മുതൽ സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നവനാണ് ഞാൻ. വേണമെങ്കിൽ 50 കഥ പറയാൻ പറ്റും എനിക്ക്. എന്നാലിപ്പോൾ ഇവിടെ നാഥനും നന്ദനും വേണ്ടാത്ത കുറേ കൂതറ പെണ്ണുങ്ങൾ സ്ത്രീപക്ഷക്കാരായി പൂന്തി വിളയാടുന്നു, അലവലാദികൾ. ഭർത്താവ് കാണുകെ കാമുകനുമായി കെട്ടിമറിഞ്ഞ് ലിംഗസമത്വം കാണിക്കുന്നവളും, ഭർത്താവിനെ തള്ളക്കി വിളിക്കുന്നവളും, ഭർത്താവ് എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഭർത്താവ് 8 വയസ്സുകാരിയായ എൻ്റെ മകളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പരാതി കൊടുത്ത് പോക്സോ കേസിൽപ്പെടുത്തി അവനെ അകത്താക്കുന്ന കൂതറകളും. പരിചയപ്പെടുന്ന ആണുങ്ങളിൽ നിന്നൊക്കെ അമ്മയുടെ നായരാണെന്നുള്ള ചിന്തയിൽ 15,000-ൻ്റെ സാരി വാങ്ങിപ്പിക്കുകയും സ്വർണ്ണമാല വരെ വാങ്ങിയത് എനിക്കറിയാം.
ഞാൻ ഒരുത്തിക്ക് സാരി വാങ്ങിക്കാൻ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണേ. അങ്ങനെ കുറ്റിവെക്കുന്നവളും കടം വാങ്ങിയ പൈസ തിരികെ ചോദിച്ചാൽ ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കുന്നവരും ആണുങ്ങളെ ഭർത്താവ് ഉദ്യോഗസ്ഥരാക്കിയും നടക്കുന്ന എംബോക്കികൾക്കാണ് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പിന്തുണ. എനിക്ക് വലിയ വിഷമം കൊണ്ടതുകൊണ്ട് ആ മനുഷ്യനോട്. ഇങ്ങനെ നടക്കുന്ന ഐറ്റംസുകളോടാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പിന്തുണ. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് നരനായിട്ട് നടത്തി ഇഞ്ചിഞ്ചായി കൊന്ന സഖാവിൻ്റെ മകനെ കള്ളക്കേസിൽ കൊടുക്കുന്ന കാലമാണിപ്പോൾ. രക്തസാക്ഷിയുടെ മകൻ ആണായതിനാൽ തഴഞ്ഞ് തെമ്മാടിക്കൂട്ടങ്ങൾക്ക് പിന്തുണ നൽകാതെ പാർട്ടി സഖാവായ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന നാടാണിപ്പോൾ കേരളം എന്ന് പറയാം. ഈ അടിയന്തരാവസ്ഥയിൽ ഇടികൊണ്ട് രക്തസാക്ഷിയായ മനുഷ്യൻ്റെ മകന് പിന്തുണയില്ല. അവനെ എങ്ങനെ തട്ടിയകത്താക്കാൻ നോക്കുന്ന ഒരു അലവലാതി അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്കാണ് പിന്തുണ. എൻ്റെ മുഖ്യമന്ത്രി പോകുന്ന പോക്കാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇവരെയൊക്കെ തഴഞ്ഞിട്ട് ഇതുപോലുള്ള സത്യസന്ധരായ ആൾക്കാരെ ഒഴിവാക്കിയിട്ട് തെമ്മാടിക്കൂട്ടങ്ങൾക്ക് പിന്തുണ പരസ്യമായി നൽകുന്ന പാർട്ടി സഖാവായി എൻ്റെ മുഖ്യമന്ത്രി അധപ്പതിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷമം. നിങ്ങൾക്ക് ആളെ മനസ്സിലായിക്കാണ്. ഞാൻ നാദിർഷയെക്കുറിച്ച് വെള്ളിയാഴ്ച ചെയ്ത പ്രോഗ്രാമിൽ ഞാൻ ഈ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പഞ്ചായത്ത് ഇലക്ഷന് 12 വോട്ട് നാദിർഷയുടെ വീട്ടിലുള്ള 12 വോട്ട് അരിവാൾ ചുറ്റിയോ നക്ഷത്രത്തിന് കുത്തില്ല എന്ന് വാശി പിടിച്ചതുകൊണ്ട്, വേറൊരു ചിഹ്നം കൈപ്പത്തിക്കോ താമരയ്ക്കോ ഈ ജന്മത്ത് കുത്തില്ല എന്ന് വാശിയുള്ളതുകൊണ്ട് അവർ 12 പേര് വോട്ട് ചെയ്യാൻ പോയില്ല എന്നും മന്ത്രി പി രാജീവിനെ വിളിച്ചെന്ന് നാദിർഷ പറഞ്ഞു. അതാണ് നമ്മുടെ എന്താ പറയുക, ആ അവസ്ഥയിലേക്കാണ് പാർട്ടിയിലെ പ്രവർത്തകരെ നമ്മുടെ സഖാവ് വളർത്തി പുറത്താക്കുന്നത്. ഇപ്പം തന്നെ നോക്കിയേ, വിവാദമായൊരു കേസ് ഇഴകീറി പരിശോധിച്ച് ഒരു വനിതാ നീതിപാലക വിധി പറയുന്നു. അന്നു മുതൽ വാ തുറന്നാൽ തെറി മാത്രം പറയാനറിയുന്ന ഒരു താടകയടക്കം പരസ്യമായി കോടതിയെയും ആണുങ്ങളെയും തെറി പറഞ്ഞുകൊണ്ടേ നടക്കുന്നു. ഹിസ്റ്റീരിയ ബാധിച്ച വട്ടാണെന്ന് തോന്നും കണ്ടാൽ. അവിടെ മോന്തയിരിക്കുന്നവളം കാണാൻ പിശാചിനെ പോലെ ആണ് ഇരിക്കുന്നത്. ഈ അലവലാതിയെ മുഖ്യൻ ക്രിസ്മസ് ഡിന്നറിന് ക്ഷണിച്ചു കൊണ്ടുവന്ന് അടുത്തിരുത്തി അതിഥിയാക്കുന്നു. കേക്ക് മുറിച്ച് വായിൽ വച്ചു കൊടുത്തോ എന്ന് എനിക്കറിയില്ല. അതും വേണമെങ്കിൽ ചെയ്യും. സ്ത്രീ പുരുഷ സമത്വമല്ലേ? അല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയല്ലേ? സ്ത്രീ പുരുഷ സമത്വം അല്ലല്ലോ. പേരും നാളുമൊന്നും എനിക്കറിയാത്ത ഒരു എരുമ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, എനിക്ക് അവളെ പേരെന്ന് പറയണ്ട, ഒരു എരുമ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയുന്നു, കോടതി നിരപരാധിയായി വിധി പറഞ്ഞ് കേസിൽ നിന്ന് ശിക്ഷിക്കാതെ വിട്ട ദിലീപ് മറ്റെന്തോ പണിക്ക് പോകണമെന്ന്. ആ പണിയോടെ പറഞ്ഞു കൊടുക്കാനുള്ളായിരുന്നു. ഇവക്കുള്ള പണി ചിലപ്പോൾ ദിലീപിന് അറിയില്ലായിരിക്കും, പഠിപ്പിച്ചു കൊടുത്താൽ മതിയുള്ളൂ. കോടതി നിരപരാധി എന്ന് പറഞ്ഞാലും, ഇനി സുപ്രീം കോടതി പറഞ്ഞാലും, അല്ലെങ്കിൽ പൊതുസമൂഹം മൊത്തം പറഞ്ഞാലും ഞാൻ പറയില്ല. അതിനു പകരം അയാൾ സിനിമാ നടൻ എന്നുള്ള ജോലി നിർത്തിയിട്ട്, അവനെ നിർത്തിയിട്ട് വേറെ എന്തോ പണിക്ക് പോകണമെന്ന് പറയുന്നു. ഇവള് പോണ പണിക്കായിരിക്കും വിളിക്കുന്നത്. ദിലീപ് ഒരു മാന്യനായതുകൊണ്ട് ചിലപ്പോൾ അതിന് പോവില്ലായിരിക്കും. ഇവളുടെ തന്തയുടെ കാശ് കൊണ്ട് സിനിമ പിടിച്ച് ദിലീപിനെ താരമാക്കിയതല്ല. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ആറാടി ജീവിക്കാൻ ദിലീപ് സിനിമ വിട്ട് മറ്റെന്തെങ്കിലും പണിക്ക് പോകണം എന്നാണ് അവൾ പറയുന്നത്. നീ ആ പണിയൂടെ പറഞ്ഞു കൊടുറി അലവലാതി. എന്ത് പണിക്ക് പോകണമെന്നും കൂടെ പറഞ്ഞുകൊട്. കണ്ടിട്ട് വശപ്പെശകായ ഒരു ഐറ്റമാണ് ഇതെന്ന് തോന്നുന്നു എനിക്ക്. കോടതി വിധിയൊക്കെ പുല്ല് വില കൊടുക്കാത്ത ഒരൈറ്റം. എവിടുന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങിയതാണെന്ന് അറിയില്ല. മുഖലക്ഷണം എന്തായാലും ഒരു വശപശയിൻ്റെതാണ്. ആരും വകവയ്ക്കാത്ത, ഭർത്താവിനെ പോടാ പുല്ലേ എന്ന് വിളിക്കുന്ന, എന്തിനും തയ്യാറായി നടക്കുന്ന ഒരു ഐറ്റമാണെന്ന് അതിനെ കാണുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ തെറ്റായിരിക്കാം. എനിക്ക് തോന്നിയത് ഞാൻ പറയും. കാശ് കൊടുത്ത് വിധി മാറ്റാനും നന്നായി ജീവിക്കാനുമൊക്കെ കാശുള്ള ദിലീപിനെ വച്ച് സിനിമ എടുക്കരുത് എന്നാണ് ഈ താടക പറയുന്നത്. അതിന് മൈക്കും പിടിച്ച് ചെല്ലുന്നവർ അലവലാദികളുണ്ടല്ലോ, മീശ വച്ചവന്മാരാണ്. എടാ, നീയെങ്കിലുമൊക്കെ ക്യാമറ കട്ട് ചെയ്തിട്ടെങ്കിലും കേൾക്കണ്ട. എടി മറ്റവളെ, നീ ആരെടി പറഞ്ഞേ വേറെ പണിക്ക് പോകാൻ എന്ന് കേൾക്കണ്ടേ? പക്ഷേ ഈ മീശ വെച്ച പെണ്ണിനേക്കാൾ കഷ്ടമായവന്മാരാണല്ലോ ഈ ക്യാമറയും കൊണ്ട് നടക്കണേ. കിഴങ്ങൻ എന്ന് വിളിച്ചാൽ കിഴങ്ങിന് നാണം വരും. നിനക്ക് എന്തിൻ്റെ കേടാടി എന്നെങ്കിലും ഈ മണകൊണാഞ്ചന്മാർ കേൾക്കുന്നില്ല എന്നതും പുരുഷന്മാരുടെ ഗതികേടാണ്. ഇതിലപ്പുറം ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് അത്രയും അമർഷമുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയോട്. അടുത്ത കഥ. നാണമില്ലാത്തവന്മാരെ നന്നാക്കാൻ സമയം കളയരുതെന്ന് എന്നോട് അമ്മ പറയുമായിരുന്നു.
പലപ്പോഴും ഞാനത് ലംഘിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ തുടരെ അധികാരം കിട്ടിയപ്പോൾ അഹന്തയും പ്രതിപക്ഷ ബഹുമാനവും തൊട്ടു തേക്കാത്തവരാണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം പറയണമെന്ന് വിചാരിക്കരുത്, ഞാൻ ഉള്ള സത്യം പറയാം. ഞങ്ങൾ എന്ത് തോന്നിയ ദിവസവും കാണിക്കും. ചോദിക്കാൻ ആരുണ്ടടാ എന്നാണല്ലോ അവരുടെ ഇപ്പോഴത്തെ ബ്രാൻഡ്. സെൻസർ ബോർഡിൽ ഒരു പറ്റം വിവരദോഷികളെ പ്രതിഷ്ഠിച്ച് തങ്ങളുടെ നയങ്ങൾ നടപ്പിലാക്കിയാണല്ലോ ഇപ്പോൾ കുറേ കാലമായിട്ട്. ജാനകി എന്ന നായികയ്ക്ക് പേരിട്ടാൽ ധ്വജം എന്നൊരു കോണകത്തിനെ വിളിക്കാൻ പാടില്ല, അംഗീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന, ബീഫ് എന്ന വാക്ക് അശ്ലീലമായി കാണുന്ന വിചിത്ര ചിന്താഗതിക്കാരാണല്ലോ ഇപ്പോൾ സെൻസർ ബോർഡിലിരിക്കുന്നത്, ഈ കേന്ദ്രത്തിൻ്റെ ഏറാമൂലികളായിട്ട്. നമ്മുടെ പ്രോഗ്രാം കാണുന്നവരിൽ എത്ര പേർക്ക് വേതാളം സന്തോഷ് എന്നറിയപ്പെടുന്ന സന്തോഷ് സൗപർണിക എന്ന് പറയുന്ന ആളിനെ അറിയാം എന്നെനിക്കറിയില്ല. ഡോക്ടർ സന്തോഷ് സൗപർണിക എന്നാണ് പറയേണ്ടത്, ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. നാടകവും സിനിമയും അഭിനയവും എല്ലാം തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച മനുഷ്യനാണ് സന്തോഷ് സൗപർണിക. വിക്രമാദിത്യൻ്റെ കഥ ടി.എസ്. സുരേഷ് ബാബു സീരിയലാക്കിയപ്പോൾ അതിൽ വേതാളമായി അഭിനയിച്ചത് സന്തോഷായിരുന്നു. ആ വേഷം വലിയ ശ്രദ്ധേയമായി. അങ്ങനെ സന്തോഷ് വേതാളം സന്തോഷായി മാറി. ആരുടെ ചോദിച്ചാലും പറയും തിരുവനന്തപുരത്ത് വേതാളം സന്തോഷിനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയുക പിന്നെ ഇന്നടത്തുള്ള ആൾ എന്ന് പറയും. ആൾ ചില്ലറക്കാരനല്ല, നാടകത്തിൽ ഡോക്ടറേറ്റൊക്കെ എടുത്ത കലാകാരനാണ് ഡോക്ടർ സന്തോഷ് സൗപർണിക. ചെറിയ ബഡ്ജറ്റിൽ സീരിയസ് ആയ സിനിമകൾ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന കലാകാരനും കൂടിയാണ്. അല്ലാതെ നമ്മളെ പണ്ഡിറ്റിനെ പോലെ കൂതറ സിനിമകളല്ല എടുക്കണം ചെറിയ ബഡ്ജറ്റിൽ. ഇത് ചെറിയ ബഡ്ജറ്റിൽ നല്ല സിനിമകൾ, ഇപ്പോൾ തിലകൻ ചേട്ടനെയൊക്കെ പോലുള്ളവരെ, ഗണേഷ് കുമാറിനെയൊക്കെ വച്ച് ഉപയോഗിച്ചെടുക്കുന്ന കൊച്ചു കൊച്ചു നല്ല സിനിമകൾ. എന്നെ കാണുമ്പോഴൊക്കെ ചെറിയ തുകയ്ക്ക് ഒരു സിനിമ എടുക്കാവുന്ന കഥകൾ എന്നോട് പറയും. എനിക്ക് തിരക്കഥയ്ക്ക് ചേട്ടൻ 10 പൈസ തരണ്ട, ചേട്ടൻ സിനിമ എടുക്കുക ചേട്ടാ, ഇങ്ങനെ നടക്കാതെ എന്ന് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും സന്തോഷ്. അടുത്ത കാലത്ത് സന്തോഷിൻ്റെ അമ്മ മരിച്ചു. ഞാനും സിന്ധുവും കൂടി ചോദിച്ചു പോയി, എവിടെയാണെന്ന് വീടറിയില്ല. സന്തോഷ് താമസിക്കുന്ന സ്ഥലത്ത് റേഞ്ചും ഇല്ല, അതുകൊണ്ട് അയാളെ ഫോൺ കിട്ടുന്നുമില്ല. കണ്ടുപിടിച്ചു, നെട്ടയത്തിനപ്പുറത്ത് ഒരു താഴ്വാരത്തിലാണ്, നല്ല ലൊക്കേഷനാണ്, അവിടെയാണ് സന്തോഷ് താമസിക്കുന്നത്. സ്നേഹമയ്യായ അമ്മ മരിച്ച കഥയൊക്കെ വയലിൻ വായിച്ച് വേതാളം എന്നോട് സംസാരിച്ചു. അതിനുശേഷം വേതാളം ഒരു പുതിയ കഥ എന്നോട് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭക്തനായ ഒരുവൻ എങ്ങനെയോ ഒരു നാൾ പെന്തക്കോസ്തുകാരനായി മാറി. കവലകളിൽ നിന്ന് അയാൾ സുവിശേഷം പറയുന്ന ആളായി മാറി. എന്തുകൊണ്ടോ അയാൾക്ക് അവിടെ ശാന്തത കിട്ടാതെ പോയി. വീണ്ടും അയാൾ ശ്രീകൃഷ്ണനെ തേടി പോകുന്നതാണ് കഥ. അന്ന് കഥ പറയുമ്പോൾ, ഞാൻ എന്തിനാ ഒളിച്ചു വയ്ക്കണേ, അന്ന് കഥ പറയുമ്പോൾ അതിൽ ചില സെൻറ്റിമെൻസുകൾ കേട്ടപ്പോൾ വേതാളം ഒരു സംഖ്യയായി എന്ന് തോന്നി എനിക്ക്. പക്ഷേ ഞാൻ ചോദിച്ചില്ല, ചേട്ടാ ഈ കഥ ചേട്ടാ സിനിമയാക്ക്, എല്ലാ ബാക്കിങ്ങും ഞാൻ തരാം. ഞാനതവിടെ വിട്ടു. നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സിനിമയ്ക്ക് പറ്റില്ലല്ലോ. പിന്നെ കേൾക്കുന്ന വാർത്ത, ഡോക്ടർ സന്തോഷ് സൗപർണികയുടെ പുതിയ പടം ചിത്രീകരണം നടക്കുന്നു, ഈ പറഞ്ഞ കഥയാണെന്ന് തോന്നും, പേര് എന്ന് ചിത്രത്തിന് പേരിട്ടു. പേര് എന്നാണ് പേര്. വേതാളം തന്നെ ആ മതം മാറുന്ന ചെറുപ്പക്കാരനായിട്ട് സെൻട്രൽ ക്യാരക്ടർ അഭിനയിക്കുകയും ചെയ്തു. ഇപ്പോൾ അറിയുന്നു, പേര് എന്ന് പേരിട്ട സിനിമ പൂർത്തിയായി. സെൻസറിങ്ങിന് തിരുവല്ലം കുന്നു കയറിയപ്പോൾ അവിടെ ഇരിക്കുന്ന ഏമാത്തി പറഞ്ഞത്രേ, ഈ പടം കട്ട് ചെയ്താൽ പിന്നെ അതിൽ ബാക്കി ഉണ്ടാവില്ല, ഒന്നും മിച്ചം കാണില്ലെന്നാണ് പറഞ്ഞത്. സർവത്ര കട്ട് ചെയ്യണം, അതുകൊണ്ട് പ്രദർശന അനുമതി ഞങ്ങളങ്ങ് നിഷേധിക്കുകയാണെന്ന് പറഞ്ഞു. പേരിന് പ്രദർശനാനുമതിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് വേതാളത്തിനെ വിളിച്ച് ഞാൻ ചോദിച്ചാൽ തത്ത പറയും പോലെ പറയും. പക്ഷേ ഞാൻ ചോദിച്ചില്ല. വേതാളം ഫൈറ്റിനായി തയ്യാറെടുക്കുകയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അയാൾ വിട്ടുകൊടുക്കില്ല. സെൻസർ ബോർഡുമായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് വാർത്താ പ്രക്ഷേപണ വകുപ്പുമായിട്ടൊക്കെ ഒരു ഫൈറ്റിന് ഇറങ്ങുകയാണ് സന്തോഷ്. ശുഭപ്രാപ്തിയിലെത്തട്ടെ സന്തോഷ് എന്ന് ഞാൻ ആശംസിക്കും. കാരണം കുറേ അതിര് കടന്നു ഇവിടുത്തെ സെൻസർ ബോർഡ്, മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത. ഇവിടെ ഒരു 10-40 വായി നോക്കിയുള്ള വെച്ച് ഞാൻ എപ്പോഴും അവന്മാരങ്ങനെ പറയണത് എന്തിനല്ലേ. വല്ലവൻ്റെയൊക്കെ വീട്ടിൽ വെള്ളം കോരാനും കാർ ഓടിക്കാനൊക്കെ നിന്നവനെയൊക്കെ പിടിച്ച്, ഫോട്ടോ എടുക്കാൻ നിന്നവനെയൊക്കെ പിടിച്ച് സെൻസർ ബോർഡിൽ വെച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ.
നമ്മുടെ ഈ ആഴ്ചത്തെ വാരഫലത്തിൽ കഥകൾ ഒരുപാടുള്ളതുകൊണ്ട് ഒരു എപ്പിസോഡിൽ നിൽക്കിയില്ല. കാരണം യൂട്യൂബ് എന്നോട് പറഞ്ഞത് 22 മിനിറ്റിൽ നിർത്തണമെന്നാണ്. ഞാനത് ഉരുട്ടി 30, 35, 34 എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാമായിരുന്നു. ഇതിപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡിൽ നിൽക്കിയില്ല. അതുകൊണ്ട് ഇത്രയും ഒന്നാം ഭാഗമാക്കിക്കൊണ്ട് നിങ്ങൾ 8 മണിക്ക് ഞായറാഴ്ച ഒന്നാം ഭാഗം കണ്ട് തീരുമ്പോഴേക്കും 8:30 മണിയാവുമ്പോൾ രണ്ടാം ഭാഗം നിങ്ങളെ തേടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.